മെമ്മറി അലൊക്കേഷൻ, അതായത് നമ്മുടെ പ്രോസസ്സ്, ഒരുപാട് പ്രോസസ്സ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ ഓരോ പ്രോസസ്സും മെമ്മറി ബ്ലോക്സിൽ എങ്ങനെ അലൊക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയാണ് പറയുന്നത്. അതായത് 3 ക്ലാസ് സ്ട്രാറ്റജീസ് ആണുള്ളത്: ഫസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ്, വേഴ്സ് ഫിറ്റ്. അപ്പോൾ 3 രീതിയിലാണ് അലൊക്കേഷൻസ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അലക്കേറ്റ് ദ ഫസ്റ്റ് ബ്ലോക്ക് ഇൻ ദ മെമ്മറി ദാറ്റ് ഈസ് ലാർജ് ഇനഫ് ടു സാറ്റിസ്ഫൈ ദ റിക്വസ്റ്റ്. അതായത് ഫസ്റ്റ് കാണുന്ന സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ബ്ലോക്കിൽ അലക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് ഫസ്റ്റ് ഫിറ്റ്. ദെൻ ഫസ്റ്റ് ഫിറ്റിൽ സെർച്ച് ഡയറക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട്സ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ മെമ്മറി ബ്ലോക്സ് തന്നിരുന്നാൽ ബിഗിനിങ് ഓഫ് ദ മെമ്മറി ബ്ലോക്സിൽ നിന്നാണ് തുടങ്ങുന്നത്. ദെൻ ബെസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അലക്കേറ്റ് ദ സ്മോളസ്റ്റ് ബ്ലോക്ക് ദാറ്റ് ഈസ് ബിഗ് ഇനഫ്. It searches entire list to find the most optimal fit. അതായത് എല്ലാ ബ്ലോക്സും അത് സെർച്ച് ചെയ്തിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്മോളസ്റ്റ് ബ്ലോക്കാണ് പ്രോസസ്സിന് വേണ്ടി അലക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ബേസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത് അലക്കേറ്റ് ദ ലാർജസ്റ്റ് ബ്ലോക്ക് അവൈലബിൾ. ബ്ലോക്സ് ഓഫ് മെമ്മറിയിൽ ഏറ്റവും ലാർജസ്റ്റിൽ ഫിറ്റ് ചെയ്യുന്ന രീതിയാണ് വേസ്റ്റ് ഫിറ്റ് അലൊക്കേഷൻ. അപ്പൊ 3 ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജിയാണ് അലൊക്കേഷന് ഉപയോഗിക്കുന്നത്. ദെൻ ഇങ്ങനെ നമ്മൾ അലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഇന്റേണൽ ഫ്രാഗ്മെന്റേഷനും എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷനും വരും. ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ അൺയൂസ്ഡ് മെമ്മറി ഇൻസൈഡ് ആൻഡ് അലൊക്കേറ്റഡ് ബ്ലോക്ക്. ഓരോ ബ്ലോക്കിൽ അലൊക്കേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള അൺയൂസ്ഡ് മെമ്മറിയാണ് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ. ദെൻ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഫ്രീ മെമ്മറി scattered across small blocks that are not usable. കുറെ ബ്ലോക്സ് ഓഫ് മെമ്മറി വെറുതെ കിടക്കുന്നതായിരിക്കും. ആ ബ്ലോക്സ് ഓഫ് മെമ്മറിയാണ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ദെൻ ഈ 3 സ്ട്രാറ്റജീസിലും ബെസ്റ്റ് ഫിറ്റ് മേക്സ് മോർ എഫിഷ്യന്റ് യൂസ് ഓഫ് മെമ്മറി. ബെസ്റ്റ് ഫിറ്റ് ആയിരിക്കും നല്ല എഫിഷ്യന്റ് ആയിട്ട് മെമ്മറി യൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇതിൽ പ്രോബ്ലംസും വരാറുണ്ട്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിൽ പ്രോബ്ലംസ് വരാറുണ്ട്. ഗിവൺ 5 മെമ്മറി പാർട്ടീഷൻസ്, അതായത് മെമ്മറി ബ്ലോക്സിന്റെ സൈസ് തന്നിട്ടുണ്ട്. 300 KB, 700 KB, 400 KB, 500 KB, 800 KB ഇൻ ഓർഡറിൽ തന്നിട്ടുണ്ട്. അപ്പം 300 കഴിഞ്ഞ് 700 ഇൻ ഓർഡറിലാണ് ബ്ലോക്സ് ഓഫ് മെമ്മറി ഇരിക്കുന്നത്. ദെൻ അതിൽ ഫസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ്, വേഴ്സ്റ്റ് ഫിറ്റ് അൽഗോരിതം വെച്ചിട്ട് ഓരോ പ്രോസസ്സ് ഉണ്ട്. P1ന് 412 KB വേണം. ദെൻ നെക്സ്റ്റ് പ്രോസസ്സിന് 617 KB, ദെൻ നെക്സ്റ്റ് പ്രോസസ്സിന് 112 KB ആൻഡ് നെക്സ്റ്റ് പ്രോസസ്സിന് 626 KB ഇൻ ഓർഡർ. അതായത് ഓരോ പ്രോസസ്സിന് ഇത്രയും KB വീതം വേണം. കാൽക്കുലേറ്റ് ഓൾസോ ദ ടോട്ടൽ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ. ബെസ്റ്റ് ഫിറ്റ്, വേഴ്സ്റ്റ് ഫിറ്റ്, ഫസ്റ്റ് ഫിറ്റ് എന്നുള്ള 3 സ്ട്രാറ്റജീസിലും നമ്മൾ അലൊക്കേഷൻ നടത്തണം. അതുപോലെ അതിന്റെ ടോട്ടൽ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷനും കൂടെ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷനിൽ നിങ്ങൾക്ക് കാണാം. ഇതാണ് പ്രോസസ്സ് 1 by 1 എഴുതിയിട്ടുണ്ട്. പ്രോസസ് P1ന് 412 KB, ദെൻ പ്രോസസ് P2, പ്രോസസ് P3, പ്രോസസ് P4 എഴുതിയിട്ടുണ്ട്. ബ്ലോക്സ് ഓഫ് മെമ്മറി 300, 700, 400 എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനീഷ്യൽ ബ്ലോക്ക് സൈസ്, ഈ ബ്ലോക്ക് എല്ലാം ഓർഡറിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 300, 700, ദെൻ 400, ദെൻ 500, ദെൻ 800 എന്ന രീതിയിലുണ്ട്. ഇതിൽ ഫസ്റ്റ് ഫിറ്റ് അലൊക്കേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യം ഫസ്റ്റ് ഫിറ്റ് അലൊക്കേഷൻ നോക്കാം. ആദ്യത്തെ പ്രോസസ്സിന്റെ സൈസ് 412 KB ആണ്. 412 KB 300ൽ വെക്കാൻ പറ്റത്തില്ല. ദെൻ ഫസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം കാണുന്ന സ്യൂട്ടബിൾ മീൻസ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ബ്ലോക്കിൽ ഫിറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഫിറ്റ്. അപ്പം ഫസ്റ്റ് പ്രോസസ്സ് ദെൻ 300ൽ വെക്കാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ബ്ലോക്ക് നോക്കി, നെക്സ്റ്റ് ബ്ലോക്ക് 700 KB ആണ്, അവിടെ പ്ലേസ് ചെയ്തു. ഫസ്റ്റ് പ്രോസസ്സ് ഇവിടെ പ്ലേസ് ചെയ്തു. ദെൻ റിമൈനിങ് 288 KB അവിടെ റിമൈനിങ് ആണ്, അത് നിങ്ങൾ എഴുതി വെക്കുക. നെക്സ്റ്റ് പ്രോസസ്സ് 617 KB. നെക്സ്റ്റ് പ്രോസസ് 617 KB നമ്മൾ
400 വെക്കാൻ പറ്റത്തില്ല, 500 വെക്കാൻ പറ്റില്ല. ദെൻ നെക്സ്റ്റ് 800 KB ഉള്ളൂ. അവിടെ ഫിറ്റ് ചെയ്യുക, അതായത് 617 KB അവിടെ പ്ലേസ് ചെയ്തു. ദെൻ റിമൈനിങ് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് റിമൈനിങ് എഴുതുക. ദെൻ നെക്സ്റ്റ് അടുത്ത പ്രോസസ്സാണ്, നെക്സ്റ്റ് പ്രോസസ് ഈസ് 112 KB. 112 KB സെർച്ച് ചെയ്തു, ആദ്യം മുതലേ വീണ്ടും സെർച്ച് ചെയ്തു. 112 KB ഫസ്റ്റ് ബ്ലോക്ക്, അതായത് 300 KB പ്ലേസ് ചെയ്തു. അതാണ് ഇവിടെ P3 എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കാണുന്ന അവൈലബിൾ മെമ്മറിയിൽ പ്ലേസ് ചെയ്യുന്ന രീതിയാണ് ഫസ്റ്റ് ഫിറ്റ് അലൊക്കേഷൻ. അപ്പം തന്നിരിക്കുന്ന പ്രോസസ്സ് ഏത് ബ്ലോക്കിലാണ് ഫിറ്റ് ആവുന്നത് അതിനനുസരിച്ച് പ്ലേസ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ഫിറ്റ് അലൊക്കേഷൻ. അതിൽ വരുന്ന റിമൈനിങ് എഴുതി വെക്കുക. ദെൻ ബെസ്റ്റ് ഫിറ്റ് അലൊക്കേഷൻ. ബെസ്റ്റ് ഫിറ്റ് അലൊക്കേഷൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ബ്ലോക്കിലാണ് ബെസ്റ്റ് ഫിറ്റ് അലൊക്കേഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 412 KB ആണ്. സ്യൂട്ടബിൾ ആയിട്ടുള്ളത് 300 ആണോ, 700 ആണോ, 400 ആണോ, 500 ആണോ, 800 ആണോ ഏറ്റവും സ്യൂട്ടബിൾ, അതായത് ലെസ് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ വരുന്ന രീതിയിലാണ് അലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് പ്രോസസ്സ് 412 KB 300 വെക്കാൻ പറ്റില്ല, 700 വലുതായി പോവും. ദെൻ കമ്പയർ ചെയ്യുമ്പോൾ 400 അത് ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ 500 ഫിറ്റ് ചെയ്താൽ കുറച്ച് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷനേ വരുള്ളൂ. ആപ്റ്റ് ആയിട്ടുള്ള 500 KB പ്ലേസ് ചെയ്തു. പ്രോസസ് P1 500 KB പ്ലേസ് ചെയ്തു. റിമൈനിങ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് പ്രോസസ് P2 617 KB. 617 KB എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെർച്ച് ചെയ്യാം. 300 പറ്റത്തില്ല, 700 ഉണ്ട്. ദെൻ 400 പറ്റത്തില്ല, 500 ഉണ്ട്, 800. അപ്പം കമ്പയർഡ് ടു 700 ആൻഡ് 800 ഏറ്റവും ആപ്റ്റ് എന്ന് പറയുന്നത് 700 700 കുറച്ച് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷനെ വരത്തുള്ളൂ. ഇപ്പം പ്രോസസ് P2 700 പ്ലേസ് ചെയ്തു. 700 KB മെമ്മറിയിൽ പ്ലേസ് ചെയ്തു. ദെൻ റിമൈനിങ് അവിടെ മുകളിൽ എഴുതുക. ദെൻ നെക്സ്റ്റ് പ്രോസസ് ഈസ് 112 KB. 112 KB ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്, ഏറ്റവും കുറഞ്ഞ സൈസ് ഉള്ളത് 300 KB ആണ്. അപ്പം ഫസ്റ്റ് ബ്ലോക്കിൽ പ്ലേസ് ചെയ്തു. റിമൈനിങ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് പ്രോസസ് 626 KB ആണ്. 626 KB ഏറ്റവും ആപ്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് നെക്സ്റ്റ് ഇവിടെയാണ്, 800 KB പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. P4 അവിടെ പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത് വേഴ്സ്റ്റ് ഫിറ്റ് ആണ്. വേഴ്സ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ലാർജസ്റ്റ് മെമ്മറി ബ്ലോക്കിൽ പ്ലേസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് P1 എന്ന് പറയുന്നത് 412 KB ആണ്. 412 KB ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയിൽ പ്ലേസ് ചെയ്യണം. ഹിയർ ഏറ്റവും ലാർജസ്റ്റ് എന്ന് പറയുന്നത് 800 KB ആണ്. 800 KB ആണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള മെമ്മറി. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് വന്നത് നമ്മൾ 800 KB പ്ലേസ് ചെയ്തു. അതിൻ്റെ റിമൈനിങ്ങും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് 617 KB ആണ്. 617 KB ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളത് 700 KB ആണ്. 700 KB പ്ലേസ് ചെയ്തു. 700 KB ഹിയർ 700 KB ഇവിടെ പ്ലേസ് ചെയ്തു. ദിസ് ഈസ് 700 KB. ഇവിടെ നോക്കിയാൽ മതി ഇതിന് താഴെ വരുന്നത്. അപ്പം 700 KB 700 മൈനസ് 617 അതിൻ്റെ ബാക്കി ഇവിടെ എഴുതിയിട്ട് ഹിയർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് അടുത്ത പ്രോസസ്സ് P3 ആണ്. 112 KB ആണ്. നെക്സ്റ്റ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളത് 500 KB ആണ്. 500 KB P3 പ്ലേസ് ചെയ്തു. ദെൻ P4 626 KB വേണം. 626 KB ഇനി എല്ലാം എടുത്തു കഴിഞ്ഞു. 626 KB ഇനി ഫിറ്റ് ചെയ്യാൻ മെമ്മറി ബ്ലോക്ക് ഇല്ല. സോ P4 അലൊക്കേറ്റ് ചെയ്യാൻ മെമ്മറി ബ്ലോക്ക് ഇല്ല. അതുപോലെ തന്നെയാണ് P1 ഫസ്റ്റ് ഫിറ്റിൽ, അതായത് ഫസ്റ്റ് ഫിറ്റിൽ
P4 അലക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ബെസ്റ്റ് ഫിറ്റിലെ എല്ലാ പ്രോസസ്സും അലക്കേറ്റ് ചെയ്തു. ഫസ്റ്റ് ഫിറ്റില് P4 അലക്കേറ്റ് ചെയ്തില്ല, വേസ്റ്റ് ഫിറ്റിലും P4 അലക്കേറ്റ് ചെയ്തില്ല. ദെൻ നമ്മൾ അതിന്റെ ഓരോന്നിന്റെയും ഇന്റേണൽ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഫിറ്റിന്റെ ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ 300 മെമ്മറി ബ്ലോക്കിൽ 188 KB ബാക്കിയുണ്ട്. അതുപോലെ ഓരോ ബ്ലോക്കിൽ ബാക്കി വരുന്ന ടോട്ടൽ ചെയ്തെടുക്കുന്നതാണ് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ. എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത് യൂസ് ചെയ്യാതെ ഈ 400 പ്ലസ് 500 ആണ് ടോട്ടൽ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ ഇൻ ഫസ്റ്റ് ഫിറ്റ്. അങ്ങനെ ഓരോ ഫിറ്റിലും ഇന്റേണൽ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ കണ്ടുപിടിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഫിറ്റില് റിമൈനിങ് ദിസ് വൺ അലക്കേറ്റ് ചെയ്തതാണ് പ്രോസസ്സ്. 700-ലാണ് പ്രോസസ്സ്. 412 KB വേണമായിരുന്നു, അത് നമ്മൾ 700-ലാണ് അലക്കേറ്റ് ചെയ്തത്. ബാക്കി റിമൈനിങ് ഇവിടെ എഴുതിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും റിമൈനിങ് ഓരോ പ്രോസസ്സ് അലക്കേറ്റ് ചെയ്ത റിമൈനിങ് എടുത്തിട്ടുണ്ട്. P4 നോട്ട് അലക്കേറ്റഡ്. അതുകൊണ്ട് നമ്മൾ ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഇത്രയും KB എന്ന് എഴുതാം. ദെൻ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ നമുക്ക് അലക്കേറ്റ് ചെയ്യാത്ത ബ്ലോക്സ് ആണ് 400-ഉം 500-ഉം, അങ്ങനെ 900 KB എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ ഉണ്ട്. ദെൻ ബെസ്റ്റ് ഫിറ്റിലും അതുപോലെ നമ്മൾ റിമൈനിങ് എടുക്കുക. റിമൈനിങ് എല്ലാം കൂടെ ഓരോ ബ്ലോക്കിൽ വരുന്ന റിമൈനിങ് എല്ലാം കൂടെ ആഡ് ചെയ്തെടുത്താണ് 533 KB. ദെൻ റിമൈനിങ് നമ്മൾ അലക്കേറ്റ് ചെയ്യാത്ത ബ്ലോക്സ് 400 KB. ദെൻ വേസ്റ്റ് ഫിറ്റിലും അതുപോലെ കണ്ടുപിടിക്കുക. റിമൈനിങ് എടുക്കുക, റിമൈനിങ് എഴുതുക, മൈനസ് ചെയ്ത് എഴുതുക. ദെൻ P4 നോട്ട് അലക്കേറ്റഡ്. ടോട്ടലായിട്ട് ഫ്രീ ആയിട്ട് കിടക്കുന്ന ബ്ലോക്സ് ഓഫ് മെമ്മറി 300 പ്ലസ് 700 ആണ്. അപ്പൊ ടോട്ടൽ ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ ഈ മൈനസ് ചെയ്ത് ഓരോ ബ്ലോക്കിലും വരുന്ന റിമൈനിങ് ടോട്ടലാണ് ടോട്ടൽ ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ. ദെൻ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ ഫ്രീ ആയിട്ടുള്ള മെമ്മറി ബ്ലോക്സ് ആണ്, അത് 300 പ്ലസ് 400 700 KB. അപ്പൊ ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഇന്റേണൽ ഫ്രാഗ്മെന്റേഷനും എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷനും കമ്പയർ ചെയ്യുക. ബെസ്റ്റ് ഫിറ്റില് കമ്പയർഡ് ടു ഫസ്റ്റ് ഫിറ്റ് ആൻഡ് വേഴ്സ്റ്റ് ഫിറ്റ് കുറവാണ്, അതായത് 533 ആണ് ഉള്ളത്. ഇതുപോലെ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ബെസ്റ്റ് ഫിറ്റില് കുറവാണ്. അപ്പോൾ ബെസ്റ്റ് ഫിറ്റ് മേക്സ് മോർ എഫിഷ്യന്റ് യൂസ് ഓഫ് മെമ്മറി. ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ് മെമ്മറി അലൊക്കേഷന് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്.